എന്തിനാണ് കർത്താവ് കാത്തിരിപ്പ് അനുവദിക്കുന്നത്? ശ്രദ്ധിക്കണം, കരയാനല്ല, കാത്തിരിക്കാനാണ്. കാത്തിരിപ്പ് എന്തിനു അനുവദിക്കുന്നു? കാത്തിരിപ്പ് അനുവദിക്കുന്നത് നാലാമത്തെ കാര്യം ഒരു ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ന് നിന്റെ ശരീരത്തിലെ രോഗം സുഖപ്പെടും. രോഗത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ എന്ന് സുഖപ്പെടും. ഈ രോഗം എന്തിനനുവദിച്ചു എന്നതിനെക്കുറിച്ച് നിനക്കൊരു ബോധ്യം കിട്ടിയാൽ അന്ന് സുഖപ്പെടും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ അവിടെ ബെത്സയിദ കുളക്കരയിൽ ഒരു തളർവാദക്കാരൻ എത്ര വർഷം കിടക്കുന്നത്? 38 വർഷം. ഈശോ ജനിക്കുന്നതിന് മുമ്പേ അവനോട് കിടപ്പുണ്ട്. പക്ഷേ ഈശോ അവനോട് കിടന്നത് 38 വർഷം കഴിഞ്ഞപ്പോഴാണ് ചെന്നത്. എന്നിട്ടുണ്ടല്ലോ, സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ അപ്പം കിട്ടും. പക്ഷെ അവൻ എന്താണെന്നറിയോ? ഈ 38 വർഷം കടന്ന പരാതി മുഴുവൻ പറഞ്ഞു. എടാ, നീ പരാതിയല്ല പറയേണ്ടത്, പരാതി മുഴുവൻ ഞാൻ സ്വീകരിക്കാനാണ് വന്നിരിക്കുക, എൻ്റെ കരങ്ങളിലേക്ക് താ. എന്നിട്ട് അവനോട് പറഞ്ഞു എന്താണെന്നറിയാവോ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനം എന്താ പറഞ്ഞത്? എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. അടുത്ത വചനം, തൽക്ഷണം അവൻ കിടക്കയും എടുത്ത് നടന്നു. ഇപ്പം അവൻ ആരോഗ്യമുള്ളവനായിട്ട് കിടക്കയും ചുമന്ന് നടക്കുക. എന്തിലൂടെ നടക്കുന്നത്? ഈ പുല്ലിച്ചിറക്കാരിയ്ക്കുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്നതിൻ്റെ മുമ്പിൽ കൂടെ നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പുല്ലിച്ചിറയിലുള്ളവർ കാണാൻ വേണ്ടിയിട്ട്. ഞാനും നിങ്ങളും കാണണം. എന്തിനാ കാണാനുള്ളത്? അവനൊരു ബോധ്യം കിട്ടി. കിടക്കയും എടുത്ത് നടന്നുകൊണ്ട് പോകുന്ന അവനൊരു ബോധ്യം കിട്ടി. കിട്ടിയ ബോധ്യം എന്താണെന്നറിയാവോ? അതായത് യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എത്ര വർഷമായിട്ടുള്ള രോഗമാണെങ്കിലും ആ രോഗത്തെ പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ യേശുക്രിസ്തുവിന് ഒരു വാക്ക് മതി. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് ഒരു നിമിഷം മതി. എഴുന്നേറ്റ് നിന്റെ കടക്കയും എടുത്ത് നടക്കുക. തൽക്ഷണം ഒരു വാക്ക്, ഒരു നിമിഷം. അപ്പം അവൻ എന്തിനാ നടക്കണം എന്നറിയാവോ? അവന് കിട്ടിയ ബോധ്യം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. എന്താ ബോധ്യം? നിന്റെ ജീവിതത്തിൽ എത്ര വർഷമായുള്ള തകർച്ചയായാലും നഷ്ടമായാലും പരാജയമായാലും രോഗമായാലും യേശുക്രിസ്തുവിന് അതിനെടുത്തു മാറ്റാൻ ഒരു നിമിഷം മതി.